എല്ലാവർക്കും നമസ്കാരം. എഡ്യു പ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി ആഗ്രഹിക്കുന്നതിൽ നല്ലൊരു ശതമാനം പേരും ഇപ്പോൾ ഏതെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും വിദേശത്ത് സ്കോപ്പ് ഉണ്ടോ? പലരും ശരിക്കും ആലോചിക്കാതെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പിന്നെ നിരാശപ്പെടാറുണ്ട്. ഇനി നിങ്ങൾ ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടി വിദേശത്ത് കൂടി ഡിമാൻഡുള്ള ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഭാവിയിൽ വിവാഹശേഷം എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടി വരിക എന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വിദേശത്ത് അധികം സ്കോപ്പില്ലാത്ത കോഴ്സുകളെ കുറിച്ചുള്ള ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. കാരണം തെറ്റായ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ 4-5 വർഷവും ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം തന്നെ തകിടം മറിച്ചേക്കാം. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദേശത്ത് ജോലി കിട്ടാൻ ഒരു ഡിഗ്രി മാത്രം മതിയാകില്ല എന്നതാണ്. ഓരോ രാജ്യത്തും ലൈസൻസ്, രജിസ്ട്രേഷൻ, എക്സ്പീരിയൻസ്, ലാംഗ്വേജ് ഇതെല്ലാം തന്നെ വളരെ പ്രധാനമാണ്. ഇനി കോഴ്സ് ലിസ്റ്റ് നോക്കാം. കോഴ്സ് നമ്പർ 1 BNYS ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ്. BNYS എന്ന് കേൾക്കുമ്പോൾ നാച്ചുറൽ ചികിത്സ, യോഗ തുടങ്ങിയ എല്ലാം നല്ലതായി തോന്നും. പക്ഷേ റിയാലിറ്റി എന്താണ്? ഇന്ത്യയിൽ തന്നെ പഠിച്ചവർക്ക് വലിയ സ്കോപ്പ് ഇല്ലാത്ത നാച്ചുറോപ്പതി കോഴ്സിന് വിദേശ രാജ്യങ്ങളിൽ അംഗീകാരം ലഭിക്കുക വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഭൂരിഭാഗം രാജ്യങ്ങളും ഈ ഡിഗ്രി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചുരുക്കത്തിൽ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ കോഴ്സ് ഒരിക്കലും ഒരു സേഫ് ഓപ്ഷൻ അല്ല. കോഴ്സ് നമ്പർ 2 BAMS ആയുർവേദ. സാലറി അത്ര മികച്ചതല്ല എങ്കിലും ആയുർവേദ ഇന്ത്യയിൽ പോപ്പുലറാണ്. പക്ഷേ വിദേശത്ത് സിറ്റുവേഷൻ തീർത്തും വ്യത്യസ്തമാണ്. പൊതുവെ ആയുർവേദ പ്രാക്ടീസ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇന്ത്യയിൽ വിൽക്കുന്ന പല ആയുർവേദ ഔഷധങ്ങളും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും നിരോധിച്ചിരിക്കുകയാണ്. അലോപ്പതി ഡോക്ടേഴ്സിനെ പോലെ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു കോഴ്സാണ് ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി അഥവാ BAMS. കോഴ്സ് നമ്പർ 3 BHMS അഥവാ ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി. പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കോഴ്സാണ് BHMS. പൊതുവെ ഭൂരിഭാഗം വിദേശ രാജ്യങ്ങളിലും ഹോമിയോപ്പതി ചികിത്സാ രീതിക്ക് പ്രാധാന്യമില്ല തന്നെ. അതുകൊണ്ട് തന്നെ അവസരങ്ങളും ഇല്ല. ജർമ്മനി പോലുള്ള ചില രാജ്യങ്ങളിൽ BHMS പഠിച്ചവർക്ക് ചില നിബന്ധനകളോടുകൂടി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഇന്ത്യൻ BHMS ഡിഗ്രി ഡയറക്റ്റായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് ആദ്യം ഇക്വലൻസി പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല ഹോമിയോപ്പതി പേഷ്യൻസുമായി ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജിൽ ഹൈ ലെവൽ ഫ്ലുവൻസി അതായത് C1 ലെവൽ അത്യാവശ്യമാണ്. ജർമ്മൻ ഭാഷയിൽ C1 ലെവൽ നേടുക എന്നത് പൊതുവെ എളുപ്പമുള്ള കാര്യമല്ല. അക്കാര്യം കൂടി മനസ്സിലാക്കുക. പലരും ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യുന്നതാണ് കാണാറുള്ളത്. കോഴ്സ് നമ്പർ 4 GNM നഴ്സിംഗ്. ലോകം മുഴുവനും ഡിമാൻഡുള്ളൊരു പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിംഗ്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള നഴ്സുമാരുടെ ഷോർട്ടേജ് കാരണം നഴ്സുമാരുടെ ഡിമാൻഡ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഭൂരിഭാഗം രാജ്യങ്ങളും നഴ്സിംഗിൽ BSc ഡിഗ്രി ഉള്ളവരെയാണ് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത്. പൊതുവെ GNM ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇപ്പോൾ ഫോറിൻ അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എപ്പോഴും BSc നഴ്സിംഗ് പഠിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഇപ്പോൾ GNM കോഴ്സിന് ചേർന്ന് 3-4 വർഷം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും GNM കോഴ്സ് തന്നെ നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. കോഴ്സ് നമ്പർ 5 BPT ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. സംശയം വേണ്ട, ഫിസിയോതെറാപ്പി നല്ലൊരു ഫീൽഡ് തന്നെയാണ്. പക്ഷേ ഫോറിൻ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ അത് എളുപ്പമായിരിക്കില്ല. കാരണം മിക്ക രാജ്യങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റിനുള്ള ലൈസൻസ് പ്രോസസ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തിന് ഗൾഫ് രാജ്യങ്ങളിൽ പോലും മിനിമം 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. UK, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിൽ ലൈസൻസിങ് എക്സാമിനേഷൻ, ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ, രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇങ്ങനെ കടമ്പകൾ നിരവധിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ കോഴ്സിന്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എക്സാം കൂടാതെ ഹൈ ലെവൽ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻസി എന്നിവയും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ പൊതുവെ ഫിസിയോതെറാപ്പിസ്റ്റിന് വിദേശത്ത് ജോലി ലഭിക്കുക എന്നത് പൊതുവെ എളുപ്പമായിരിക്കില്ല എന്നതാണ് വാസ്തവം. കോഴ്സ് നമ്പർ 6 BDS അഥവാ ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ചുരുക്കം ചില മെഡിക്കൽ പ്രൊഫഷണലുകളിൽ 1ാം സ്ഥാനത്താണ് ഡെന്റിസ്റ്റ്. ഇന്ത്യയിൽ ഡോക്ടേഴ്സ്, നഴ്സസ് തുടങ്ങിയ എല്ലാ ഫീൽഡിലും ഷോർട്ടേജ് ഉള്ളപ്പോൾ ഡെന്റിസ്റ്റുകൾ ആവശ്യത്തിലധികമാണ്. അതുകൊണ്ട് തന്നെ 15,000 രൂപയ്ക്ക് വരെ ജോലി ചെയ്യുന്ന ഡെന്റിസ്റ്റുകൾ ഇന്ത്യയിലുണ്ട്. അതാണ് വാസ്തവം. ഡെന്റിസ്റ്റിന് വിദേശ അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇക്വലൻസി, എക്സ്പീരിയൻസ്, ലൈസൻസിങ് എക്സാം, ലാംഗ്വേജ് ഫ്ലുവൻസി തുടങ്ങിയ കടമ്പകൾ അനവധിയാണ്. കോഴ്സ് നമ്പർ 7 പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് സയൻസ് ഡിപ്ലോമ കോഴ്സുകളായ റേഡിയോളജി ഡിപ്ലോമ, DMLT, ഡയാലിസിസ് ഡിപ്ലോമ, ഓപ്പറേഷൻ തിയറി ഡിപ്ലോമ തുടങ്ങി 2 വർഷത്തെ കോഴ്സുകൾ പാസ്സായവർക്ക് സാലറി കുറവാണെങ്കിലും ഇന്ത്യയിൽ പൊതുവെ ജോലി അവസരങ്ങളുണ്ട്. പക്ഷേ എബ്രോഡ് ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡിപ്ലോമ കോഴ്സ് കൊണ്ട് ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
ചില ഗൾഫ് രാജ്യങ്ങളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ചെറിയ ജോലികൾ ലഭിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ അവിടെയും ഡിഗ്രി ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഈ മിസ്റ്റേക്ക് ചെയ്യാതെ എല്ലായ്പ്പോഴും ധാരാളം അവസരങ്ങൾ ലഭിക്കുന്ന പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. +2 കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് വിദേശത്ത് ജോലി സാധ്യതയുണ്ടോ എന്ന് കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഭാവി നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുക എന്നത് പറയാൻ കഴിയില്ല. എബ്രോഡിൽ എവിടെയെങ്കിലും സെറ്റിൽ ആകുക എന്നതാണ് പലരുടെയും സ്വപ്നം. എങ്കിലും പലരും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം പറയാനുള്ളത്, മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും കോഴ്സിൽ ഡിഗ്രി എടുത്താൽ വിദേശത്ത് ജോലി കിട്ടും എന്നൊരു ധാരണ ഒരിക്കലും ശരിയല്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, അപ്പോൾ ഏത് കോഴ്സുകൾക്കാണ് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്ന്. അതറിയാൻ വിദേശത്ത് കൂടുതൽ ഡിമാൻഡുള്ള മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകളുടെ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എബ്രോഡ് സ്കോപ്പുള്ള കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.